ഇറ്റലിയിലെ ഒരു ഗ്രേറ്റ് എക്കോണമിസ്റ്റ് ആയിരുന്നു വിൽഫ്രെഡോ പാരേറ്റോ. ഒരു ദിവസം പാരേറ്റോ തന്റെ തോട്ടത്തിലൂടെ നടന്നു പോകുമ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. അതായത് തന്റെ തോട്ടത്തിൽ 20% പയർചെടികൾ മാത്രമാണ് തനിക്ക് കിട്ടുന്നതിൽ 80%-ഓളം പയർമണികളുടെ ഉറവിടമെന്ന്. ആ ഒരു ചെറിയ കാര്യം അദ്ദേഹത്തെ ഒന്നുകൂടി ചിന്തിപ്പിച്ചു. പിന്നീട് അദ്ദേഹം കണ്ടെത്തി ഇറ്റലിയിലെ 80% സ്ഥലവും അവിടുത്തെ 20% ജനങ്ങളുടേതാണ്. പിന്നീട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഈ 80-20 റൂൾ പ്രതിപാദിക്കാൻ തുടങ്ങിയപ്പോഴാണ് അദ്ദേഹം ഒരു കൺക്ലൂഷനിലെത്തിയത്. അതായത് ഏതൊരു കാര്യത്തിൻ്റെയും ഭൂരിഭാഗം റിസൾട്ടിനും കാരണം ഒരു ചെറിയ ശതമാനം കാര്യങ്ങൾ മാത്രമാണ് എന്നത്. അതിനെയാണ് 80-20 പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, അഥവാ പാരേറ്റോ പ്രിൻസിപ്പിൾ. 80-20 തന്നെ ആവണമെന്നില്ല കേട്ടോ. 90-10 ആവാം, 70-30 ആവാം, എന്തിന് 99-1 വരെ ആകാം. മെയിൻ കോൺസെപ്റ്റ് എന്നാൽ നമ്മൾ പറഞ്ഞതുപോലെ ഭൂരിഭാഗം നടക്കുന്ന കാര്യങ്ങൾക്കും കാരണമാവുന്നത് ഒരു ചെറിയ ശതമാനം കാര്യങ്ങൾ മാത്രമാണ് എന്നുള്ളത്. ഈ ഒരു റൂൾ ഒരുവിധം എല്ലായിടത്തും പ്രായോഗികമാകുന്നുണ്ട്. ഇങ്ങനെ പറയുമ്പോൾ അതിനെ ഒരു യൂണിവേഴ്സൽ ലോ ആയിട്ടൊന്നും കരുതരുത് കേട്ടോ. ജസ്റ്റ് ഒരു ട്രൂ ആയിട്ടുള്ള ഒരു ഒബ്സർവേഷൻ മാത്രമാണിത്. ഇതിനെപ്പറ്റി കുറച്ച് എക്സാമ്പിൾസ് പറയാം. അതായത് നമ്മളുടെ മ്യൂസിക് പ്ലേലിസ്റ്റിൽ 20% സോങ്സ് മാത്രമേ നമ്മൾ 80% കേൾക്കുകയുള്ളൂ. നമ്മുടെ സ്മാർട്ട് ഫോണിലെ 20% ആപ്ലിക്കേഷൻസ് മാത്രമേ നമ്മൾ 80% യൂസ് ചെയ്യുള്ളൂ. നമ്മൾക്കുള്ള വസ്ത്രങ്ങളിൽ 20% മാത്രമാണ് നമ്മൾ 80% ധരിക്കുന്നത്. നമ്മൾക്ക് എത്ര കൂട്ടുകാരുണ്ടായാലും അതിൽ 80% നമുക്ക് ഉപകരിക്കുന്നത് വെറും 20% പേര് മാത്രമാണ്. ഇങ്ങനെ എടുത്തു പറയുകയാണെങ്കിൽ ഒരുപാട് ഉദാഹരണങ്ങൾ ഈ 80-20 പ്രിൻസിപ്പിളിനെ ആസ്പദമാക്കി കാണാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞത് ജസ്റ്റ് ആ കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ എങ്ങനെ ഈ 80-20 പ്രിൻസിപ്പിൾ നമുക്ക് നമ്മുടെ ലൈഫിൽ ഉപയോഗിക്കാൻ പറ്റും? നമുക്കൊരു കഥയോടെ തുടങ്ങാം. കഥയിൽ 2 പേരുണ്ട്. ഒരാൾ രമേശും ഒരാൾ സുരേഷും. 2 പേരും സ്റ്റുഡൻസ് ആയിരുന്നു. ഇവിടെ രമേശ് എപ്പോഴും എല്ലാ ക്ലാസ്സിലും ഇരിക്കും. ദിവസവും 4 to 5 hours ഇരുന്ന് പഠിക്കും. മറിച്ച് നമ്മുടെ സുരേഷ് അങ്ങനെയൊന്നുമല്ല. അവൻ രമേശിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. ഇടയ്ക്കൊക്കെ ക്ലാസ്സൊക്കെ കട്ട് ചെയ്ത് ഫ്രണ്ട്സിനോടൊപ്പമൊക്കെ നടന്ന് വേണമെങ്കിൽ ദിവസം 1 മണിക്കൂർ മാത്രമേ അവൻ പഠിക്കാനായിട്ട് ചെലവഴിക്കുകയുള്ളൂ. പരീക്ഷ സമയത്ത് ഇവിടെ രമേശ് രാവും പകലൊക്കെ ഇരുന്ന് ഒരുപാട് നേരം പഠിച്ചു. പക്ഷേ സുരേഷ് അങ്ങനെയൊന്നും ചെയ്തില്ല. അവൻ സാധാരണ അവൻ്റെ രീതിയിൽ എന്ന പോലെ പഠിച്ചിട്ട് എക്സാമിന് പോകും. റിസൾട്ട് വരുമ്പോഴൊക്കെ സുരേഷിന് രമേശിനേക്കാളും മാർക്ക് ഉണ്ടാവും. ഇത് കണ്ടിട്ട് രമേശ് സുരേഷിൻ്റെ അടുത്ത് എപ്പോഴും ചോദിക്കും, അതെന്താ സുരേഷ്, ഞാൻ നിന്നെക്കാളും കൂടുതൽ സമയം ഇരുന്ന് പഠിക്കുന്നുണ്ടല്ലോ, എല്ലാ ക്ലാസ്സിലും ഞാൻ അറ്റൻഡ് ചെയ്യും, എന്നിട്ട് നിനക്ക് എന്നെക്കാളും മാർക്കുണ്ടല്ലോ. അപ്പോഴൊക്കെ സുരേഷ് പറയും, രമേശ് നീ ഹാർഡ് വർക്ക് ചെയ്യുന്നു, ഞാൻ സ്മാർട്ട് വർക്ക് ചെയ്യുന്നു, അതാണ് വ്യത്യാസം എന്ന്. ഇവിടെ സുരേഷ് ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ അവൻ അവൻ്റെ എഫേർട്ട് ഇടുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സിൽ മാത്രമാണ്. ആ ഭാഗത്തിൽ മാത്രമേ അവൻ ഹാർഡ് വർക്ക് ചെയ്യുന്നുള്ളൂ. പക്ഷേ രമേശ് ഇവിടെ എല്ലാ ഭാഗവും ഒരേപോലെ പഠിക്കാനാണ് ശ്രമിക്കുന്നത്. ഇവിടെയും വരുന്നത് 80-20 റൂളാണ്. അതായത് പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങളുടെ 80% ബുക്സിലെ 20% മാത്രമായിരിക്കും. അല്ലെങ്കിൽ പിന്നെ ക്വസ്റ്റ്യൻ പേപ്പറിന് ഒരു ബുക്കിൻ്റെ കട്ടി ഉണ്ടാവുമല്ലോ, ആ 20% ഏതെന്ന് മനസ്സിലാക്കി പഠിച്ചാൽ നല്ലൊരു മാർക്ക് തന്നെ സ്കോർ ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ ഹാർഡ് വർക്ക് മോശമാണ് എന്നല്ല പറഞ്ഞു വരുന്നത്. നമ്മുടെ ലൈഫിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നേറാൻ പറ്റുള്ളൂ. പക്ഷേ വെറുതെ ഹാർഡ് വർക്ക് മാത്രം ചെയ്തിട്ടിരുന്നാൽ നമ്മുടെ ടൈം എനർജി ഒരുപോലെയാണ് വേസ്റ്റ് ആവുന്നത്. പക്ഷേ എവിടെയൊക്കെയാണ് ഹാർഡ് വർക്ക് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കി ചെയ്യുമ്പോഴാണ് അവിടെ വലിയ മാറ്റം തന്നെ സംഭവിക്കുന്നത്. രമേശിൻ്റെ സുരേഷിൻ്റെ കാര്യത്തിൽ 80-20 റൂൾ വെച്ച് നോക്കുകയാണെങ്കിൽ രമേശ് തൻ്റെ 80% എഫേർട്ട് ഇട്ടിട്ട് 20% റിസൾട്ട് മാത്രമേ അവന് കിട്ടുന്നുള്ളൂ. മറിച്ച് സുരേഷിന് 20% മാത്രം എഫേർട്ട് ഇട്ടിട്ട് 80%-ഓളം റിസൾട്ട് അവന് കിട്ടുന്നുണ്ട്. വെറുതെ ഒരു കാര്യത്തിൽ ബിസി ആയിരുന്നിട്ട് ഒരു കാര്യമില്ല, ആ കാര്യം പ്രൊഡക്റ്റീവായി ചെയ്യുന്നതിലാണ് കാര്യം. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും നമുക്ക് വലിയ റിസൾട്ട് ഉണ്ടാക്കി തരാൻ കഴിവുള്ള ആ ഒരു ചെറിയ ശതമാനം കാര്യങ്ങളെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അതിൽ മാത്രം കൂടുതൽ ഫോക്കസ് ചെയ്യുക. അല്ലെങ്കിൽ ആ ഒരു ചെറിയ ശതമാനത്തിൽ മാത്രം നമ്മുടെ ഹാർഡ് വർക്ക് കൊടുക്കുക. അപ്പോൾ അത് നമ്മുടെ ഹാർഡ് വർക്കിൻ്റെയും സ്മാർട്ട് വർക്കിൻ്റെയും ഒരു കോമ്പിനേഷൻ ആവും. അങ്ങനെയാണെങ്കിൽ ആ ഒരു ചെറിയ ശതമാനം പ്രവൃത്തി കൊണ്ട് നമുക്ക് വലിയ ശതമാനം റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. സമയം എന്നത് വളരെ അമൂല്യമായ ഒന്നാണ് എന്ന് ഞാൻ പറഞ്ഞിട്ട് തന്നെ നിങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാവർക്കും ഈ സമയം ഒരുപോലെ തന്നെയാണ് കിട്ടുന്നത്. പക്ഷേ മിക്കവരും ഈ സമയത്തിനെ ഫലപ്രദമായി ഉപയോഗിക്കുന്നില്ല. അധിക പേരും വിശ്വസിക്കുന്നത് കൂടുതൽ എഫേർട്ട് ഇട്ടാൽ കൂടുതൽ റിസൾട്ട് കിട്ടുന്നതാണ്. അങ്ങനെയല്ല. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം ചെറുതാണെങ്കിലും അതിൽ നമ്മൾ എഫേർട്ട് എടുത്താൽ നമുക്ക് വലിയ റിസൾട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും. വെറുതെ എല്ലാത്തിനും എഫേർട്ട് ഇട്ടിട്ട് കാര്യമില്ല. ഈ 80-20 റൂൾ മനസ്സിലാക്കി നിങ്ങൾ പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് പകുതി സമയം കൊണ്ട് തന്നെ 2 മടങ്ങ് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. ദ 80-20 പ്രിൻസിപ്പിൾ എന്ന ബുക്കിൽ 80% വാല്യൂസാണ്, വെറും 20% അതിൽ കുറവോ സമയം കൊണ്ട് ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞിരിക്കുന്നത്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.